ഗ്യാസ് ഇത്രയും പെട്ടെന്ന് തീർന്നോ? എന്താ അമ്മ, 60 ദിവസമൊക്കെ നിൽക്കുന്നല്ലേ? ഇപ്പം പുതിയ നിറച്ചിട്ട് 1 മാസം കൂടി ആയിട്ടില്ല. ചോറ് വെക്കണതും വെള്ളം തിളപ്പിക്കണതൊക്കെ അടുപ്പിലായിരുന്നു. അത്യാവശ്യം എന്തെങ്കിലും കറികളോ ചായ ഉണ്ടാക്കാൻ മാത്രമേ ഞാൻ ഗ്യാസ് ഉപയോഗിച്ചിട്ടുള്ളൂ. ഇപ്പം മഴയായതുകൊണ്ട് തീരെ അങ്ങനെ കത്തിക്കണില്ല. അല്ലെങ്കിലും ആ അടുപ്പൊന്നും കത്തണില്ലേ, ഓലയൊക്കെ നനഞ്ഞു കിടക്കുക. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഗ്യാസ് പെട്ടെന്ന് കഴിഞ്ഞത്. എന്നാലും ഗ്യാസ് പെട്ടെന്ന് തീർന്നു പറഞ്ഞാൽ ഞാൻ എന്താക്കാനമ്മ? ആ കൂടി ഇതാ 200 രൂപ എൻ്റെ ബാക്കിയുള്ളൂ. അതും പറഞ്ഞിട്ട് ഗ്യാസ് നിറയ്ക്കാണ്ടിരിക്കാൻ പറ്റുമോ? പണികളൊന്നും നടക്കില്ല. എന്തായാലും ഇപ്പം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1 മാസമൊക്കെ എടുക്കും വരാൻ. ഇനി ഒരു കാര്യം ചെയ്യ്, പോകുമ്പോൾ നേരിട്ട് ഗോഡൗണിൽ പോയി പറയും. അതാണെങ്കിൽ ഇന്നോ നാളെ ആയിട്ട് എന്നെ കൊണ്ടു തരും അവര്. ഇന്നെ കൊണ്ടുവന്നാൽ ഞാൻ എങ്ങനെ പൈസ കൊടുക്കും അമ്മ? ഇപ്പൊ 15-ാം തീയതിയിലായിട്ടുള്ളൂ. ഇനി 15 ദിവസം കഴിയണം ശമ്പളം കിട്ടാൻ. ഞാൻ ഇപ്പൊ തൽക്കാലം ആ സുമന്റെ വാങ്ങിയിട്ടേ ഗ്യാസ് വരുമ്പോ ആ പൈസ കൊടുക്ക. നീ അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോൾ അവൾക്ക് അങ്ങോട്ട് തിരിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിലും ഗ്യാസ് രണ്ടും ഒന്നും നടക്കില്ല മോളെ. ഊതിയിട്ട് അടുപ്പിലൊക്കെ നിൽക്കാൻ പറ്റുമോ? അമ്മ എന്തേലും ചെയ്യേ. അല്ല, എനിക്ക് ചോറാക്കിയോ? ചോറൊന്നും ആക്കിയിട്ടില്ല. എന്താ കടല വേവിക്കാൻ വെച്ചിട്ട് 4 വിസിലാക്കുമ്പോഴേക്കും അത് ഓഫായി കിടക്കണോ? ഇനിയിപ്പോ ഇത് എന്ത് ചെയ്യും വേണ്ട ഞാൻ നോക്കണത്. തൽക്കാലം നീ ഉച്ചയ്ക്ക് പുറത്ത് നടന്നെങ്കിലും വാങ്ങിച്ച് കഴിക്കേ. ഒരു ഊണിന് 50 രൂപ കൊടുക്കണം. ചായയും വെള്ളമൊന്നും കുടിക്കാണ്ട 1 രൂപ സേവ് ചെയ്തിട്ട് ഇവിടെ കുടുംബത്തിന് വേണ്ടി ഇറക്കണത്. ഇത്രയും അറിഞ്ഞിട്ട് അമ്മ തന്നെ ഇങ്ങനെ സംസാരിച്ചോ? എനിക്ക് ആ കൂടി 8000 രൂപയുള്ളൂ സാലറി. 8000 രൂപ ശമ്പളം ഇല്ലേ മോളെ? ഇവിടെ ഇപ്പൊ എന്ത് ചെലവുണ്ട് വേണ്ട? നീ വെറുതെ ഇങ്ങനെ ഓരോന്നും പറയാൻ നിൽക്കല്ലേ. അവൾക്ക് ഫീസ് 2500 കൊടുത്തില്ലേ? കറണ്ട് ബില്ല് വാട്ടർ ബില്ല് വേണ്ടേ? അതിന് 1200 തന്നു. ഇതാ മുസ്തഖന്റെ കടയിൽ ഇന്നലെ പൈസ കൊടുത്തത് പലചരക്കിന്റെ പറ്റുന്നൊക്കെ പറഞ്ഞിട്ടേ 1450. എൻ്റെ അമ്മ, എനിക്ക് ബസ്സിന് പോകാൻ 600 രൂപ വേണം. ഞാൻ എന്താ എല്ലാ കണക്ക് എഴുതിക്കൊണ്ടിരിക്കാവോ? ഒന്നും മനസ്സിലാവുന്നില്ല എനിക്ക്. എൻ്റെ മോളെ, കുടുംബത്തിന് വേണ്ടി ചെലവാക്കിയതിന് ഇങ്ങനെ കണക്ക് പറയാൻ നിൽക്കല്ലേ. ഗ്യാസ് ഒന്ന് കഴിഞ്ഞു, ഒന്ന് നിറച്ചാടി ഇന്നലെ പറഞ്ഞുള്ളൂ. അല്ലെങ്കിലും എനിക്ക് അവിടെ നിന്ന് ഇങ്ങനെ ഊതിയിട്ട് ഇവിടെയൊക്കെ വേദന എടുക്കുന്നത്. അതുകൊണ്ടാണ് അടുപ്പിൽ കത്തിക്കണില്ല പറഞ്ഞത്. എൻ്റെ അമ്മ, ഞാൻ ആരും കുറ്റപ്പെടുത്തിയല്ല. നിങ്ങളെന്താ എന്നെ മനസ്സിലാക്കാത്തത്? 16-ാമത്തെ വയസ്സിൽ പണിക്കിറങ്ങിയതാ. ഇപ്പൊ 10 വർഷമായി. ഇന്നവരെയായിട്ട് 1 രൂപ പോലും ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടില്ല. എനിക്കൊന്ന് വഹിക്കുകയാണെങ്കിൽ എന്തെങ്കിലും പണിക്കോ പാട്ടിനോ പോവായിരുന്നു. ഇതിപ്പോ ഒരു കാലുവേദന കാരണം മനുഷ്യന് എത്ര നേരം നിൽക്കാനും കഴിയുന്നില്ലല്ലോ. മക്കളുടെ മുന്നിൽ 1 രൂപയ്ക്ക് പോലും കൈ നീട്ടുക പറഞ്ഞാലേ ദൈവമേ. 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടമ്മ. അന്നിടയ്ക്ക് അമ്മേനെ എന്നെ മനസ്സിലാക്കാണ്ട് സംസാരിച്ചപ്പോൾ ഞാൻ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് പറഞ്ഞു പോയതാ. എന്തായാലും അമ്മ സുമേഷിൻ്റെ അടുത്ത് പൈസ വാങ്ങിച്ചിട്ടേ ഗ്യാസ് വരാണെങ്കിൽ കൊടുത്തോ. ഞാൻ പോകുന്ന വഴിക്ക് ഗോഡൗണിൽ പറയാം. എന്തായാലും ഗ്യാസൊക്കെ വരാൻ ചിലപ്പോൾ ഉച്ചയോ വൈകുന്നേരമൊക്കെ ആവും. ഞാനാണെങ്കിൽ ചായക്ക് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. വെണ്ണ് അണിച്ച് കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലുമൊക്കെ വേണം പറയും. നീ ഒരു കാര്യം ചെയ്യേ, പോകുന്ന വഴിക്ക് ആ ഭാസ്കരൻ്റെ ചായക്കടയിൽ നിന്ന് 2 മസാല ദോശ പറഞ്ഞിട്ട് പോ. ആ രാകേഷ് ഉണ്ടെങ്കിൽ കൊണ്ടുതരും. അല്ലെങ്കിൽ പിന്നെ ഗീതുവിന് വിടാൻ ഞാൻ. ശരി അമ്മ. എടി പെണ്ണേ, ഇതെന്ത് ഉറക്കുക? ഇത്ര സമയായി, ഒന്ന് എണിക്കേ. എന്താ അമ്മ, ക്ലാസ് ഇല്ലല്ലോ, സ്റ്റഡി ലീവ് അല്ലേ? നേരത്തെ എണീറ്റിപ്പോ ഞാൻ എന്താക്കാനാ? സ്റ്റഡി ലീവ് എന്തിനാ തന്നത്? ഇങ്ങനെ കിടന്നുറങ്ങാനാ? പഠിക്കാൻ വേണ്ടിട്ടല്ലേ? എണീറ്റ് പോയി കുളിച്ചിട്ട് 2 അക്ഷരം പഠിക്കാൻ നോക്ക്. ഇത് ലാസ്റ്റ് ഇയർ അല്ലേ? എന്തെങ്കിലുമൊക്കെ പഠിച്ച് മാർക്ക് വാങ്ങിച്ചാലേ നല്ല ജോലി കിട്ടുള്ളൂ. അല്ല, ഇത്ര നേരം ചായ കിട്ടിയില്ല. ചായയൊക്കെ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചതാ. അതൊക്കെ ഇപ്പൊ തണുത്ത് പോയിട്ടുണ്ടാകും. ഇനിയിപ്പോ അടുപ്പിൽ പോയി ചൂടാക്കാനൊന്നും എനിക്ക് കഴിയില്ല. നീ പോയിട്ട് വേഗം എണിച്ച് കുളിക്ക്. അമ്മ, കഴിക്കാൻ എന്താ ഉണ്ടാക്കി? കഴിക്കാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. രാവിലെ എണിച്ചപ്പോഴേക്കും അതാ ഗ്യാസ് തീർന്നിരിക്കണോ. അവളുടെ അടുത്ത് അതൊന്ന് നിറച്ചതാ പറഞ്ഞതിനെ എത്രയും നേരം കണക്ക് പറഞ്ഞിട്ടാ പെണ്ണ് പോയിരിക്കണത്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. നീ എണിച്ചിട്ട് കുളിച്ചിട്ട് ഭാസ്കരൻ്റെ ചായക്കടയിലൊന്ന് പോയിട്ട് ദോശയോ ഇഡലിയോ എന്തെങ്കിലും വാങ്ങിയിട്ട് വാ. ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ തിരക്കാണെങ്കിലേ ആ ചെക്കന്മാർ ചിലപ്പോൾ കൊണ്ടുവരില്ല. അല്ല, അപ്പൊ പൈസയോ? പൈസ എൻ്റെ എവിടുന്നാ? എന്തെങ്കിലും തന്നാലല്ലേ നിനക്കെടുത്ത് തരാൻ പറ്റുള്ളൂ. എന്തായാലും ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നീ അവളുടെ പേരും പറഞ്ഞിട്ട് വാങ്ങിട്ട് വന്നാൽ മതി. അമ്മ, 2 മിനിറ്റ് കൂടി കിടന്നിട്ട് എണിക്കാം. വീഡിയോ ഒന്ന് എണീറ്റ് പോ. വിശന്നിട്ട് മനുഷ്യനും കണ്ണ് കാണുന്നില്ല. ഇനി ഇപ്പൊ ഭക്ഷണം സമയത്തിന് കഴിച്ചില്ലെങ്കിലേ ദിവസം മുഴുവൻ തലവേദന അടിച്ചിട്ട് കഴിയില്ല. വേഗം പോവാൻ നോക്ക്. അമ്മേ, ഞാൻ പോണു. ഒന്ന് ബ്രഷ് ചെയ്യട്ടെ. അന്നത്തെ കഷ്ടമാണ് ഞാൻ അവനെ കൊണ്ട്. എന്താ സൗദാമനി,
ആരോഗ്യ ആ ഒന്നുമില്ല കൃഷ്ണേട്ടാ, ചെറിയ മകളെ ഭാസ്കരേട്ട ചായക്കടി പോയിട്ടുണ്ടായിരുന്നു, അവളെ നോക്കി നിൽക്കുക. ആ അല്ല, നമ്മുടെ വലിയ കൊച്ചിന് എന്തെങ്കിലും ആയോ? എന്താകാൻ, അവൾക്ക് ഇപ്പൊ ഒന്നും കല്യാണം നോക്കണില്ല. എന്താ സൗദാമിനി, ആ കുട്ടിക്ക് 16 വയസ്സായില്ലേ, ഇനി എപ്പോഴാ നോക്കുക? നല്ല പ്രായമല്ല, അങ്ങ് നടത്തിവിട്. 16 വയസ്സായ പണ്ട് ഇപ്പൊ തന്നെ കല്യാണം കഴിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടാ? അവളാ ഈ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ഇളയവളിനെ പഠിപ്പിക്കണ്ടേ, വീട്ടിൽ വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾ വന്ന് ചെയ്തു തരുമോ? ആ കുട്ടി എത്രാമത്തെ വയസ്സ് മുതൽ കഷ്ടപ്പെടാൻ തുടങ്ങിയതാ? അവളുടെ അച്ഛൻ പോയപ്പോൾ തുടങ്ങിയതല്ലേ പണിക്കിറങ്ങേ? അപ്പം രാഘവട്ടം പോയിട്ട് 10 വർഷം കഴിഞ്ഞില്ലേ? അതീന്ന് എൻ്റെ കയ്യിൽ നല്ലൊരു കൂട്ടർ വന്നിട്ടുണ്ട്, ഞാനിതിപ്പോൾ പറയാൻ വേണ്ടി വന്നതാ. എന്താണെങ്കിലും വേണ്ട, അത് ഞാൻ നിങ്ങളുടെ അന്നേ പറഞ്ഞിട്ടുള്ളതല്ലേ കൃഷ്ണേട്ടാ, പിന്നെ എന്തിനാ ഇപ്പം നിങ്ങൾ ഇതും കൊണ്ട് വന്നത്? ഇതൊരു സാധാരണക്കാരാന്ന്, അവർക്ക് ഈ സ്വത്തും മുതലൊന്നും വേണ്ട, കുട്ടീനെ മാത്രം മതി. നോക്കിയപ്പോൾ നല്ലതാണെന്ന് കണ്ടു, അതാ ഈ ദേവി കൊച്ചിന് വേണ്ടി കൊണ്ടുവന്നത്. അത് പാവം കൊച്ചല്ലേ, അത് നന്നായി പോട്ടെ പറഞ്ഞിട്ടാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പം വേറെ വലിയ ടീം വന്നാൽ കൊടുക്കാൻ മാത്രം നിങ്ങളുടെ ഒന്നുമില്ലല്ലോ. മൂപ്പര് പോകുന്ന സമയത്ത് ഒരു വീടുണ്ടാക്കി, ഇത് മാത്രമല്ലേ ഉള്ളൂ? ആ കൊച്ചു കൊണ്ടുവന്ന് അന്നേരം കഴിയുന്ന ആൾക്കാരല്ലേ, ഇതങ്ങ് നോക്കിയാലോ? വലിയ ആൾക്കാരാണെങ്കിലും വേണ്ട, ചെറിയ ആൾക്കാരാണെങ്കിലും വേണ്ട, എന്തായാലും ഞാൻ ഇപ്പോൾ അവളെ കല്യാണം കഴിച്ച് വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. എൻ്റെ സൗദാമിനിയെ, നിങ്ങൾക്കൊക്കെ വേണ്ടി ആ പാവം കൊച്ചിൻ്റെ ജീവിതം കളയണ്ട കേട്ടോ. അല്ലെങ്കിലും ചെറിയവളുടെ പഠിപ്പ് കഴിയാറായല്ലോ, എന്നിട്ട് അവൾ ജോലിക്ക് പോയിട്ട് കുടുംബം നോക്കട്ടെ. മൂത്തോൾ അവളുടെ പഠിപ്പ് കളഞ്ഞിട്ടല്ലേ ഈ കുട്ടീനെ പഠിപ്പിച്ചത്, ഇനി ഇവളും കുടുംബം നോക്കിക്കോട്ടെ. എൻ്റെ കൃഷ്ണേട്ടാ, ദേവിക എൻ്റെ മോളല്ലേ, അവളിനെ എപ്പോൾ കല്യാണം കഴിച്ചു കൊടുക്കണം, ആർക്ക് കല്യാണം കഴിച്ചു കൊടുക്കണം എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. നിങ്ങൾ വെറുതെ കയറി ഞങ്ങളുടെ കുടുംബത്തിൽ ഇടപെടാൻ നിൽക്കല്ലേ. നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും കമ്മീഷൻ വേണമായിരിക്കും അല്ലേ, അതിന് വേണ്ടിയിട്ടല്ലേ ഇപ്പോൾ ഒരു ആലോചനയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്? സൗദാമിനി മര്യാദയ്ക്ക് സംസാരിച്ചോട്ടോ, ഞാൻ ആദ്യം കൊട്ടും പിടിച്ചിട്ടാണ് ജീവിക്കുന്നത്. ചെയ്യുന്ന തൊഴിൽ അന്തസ്സായിട്ട് ചെയ്യും. ഈ കൃഷ്ണ ഇതുവരെ നടത്തി കൊടുത്ത കല്യാണത്തിലെ ആരും ഒരു കുറ്റം പറഞ്ഞിട്ടില്ല. അപ്പോൾ അവർ സന്തോഷപൂർവ്വം ഒരു കമ്മീഷൻ തരും. ഇതെൻ്റെ സുഹൃത്തിൻ്റെ മകളാണ്, ആ കൊച്ചു ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണാൻ സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് വന്ന് നിന്നോട് ചോദിക്കുന്നത്. എന്നാൽ പിന്നെ നിങ്ങൾ വന്ന വഴിക്ക് അങ്ങോട്ട് വിട്ടോളേ. അവൾക്ക് എന്തെങ്കിലും കല്യാണം നോക്കുന്നുണ്ടെങ്കിലേ ഞാൻ നിങ്ങളുടെ തന്നെ പറയാം, വേറെ ഏത് ബ്രോക്കർക്കും കൊടുക്കില്ല. പോരെ? ഇങ്ങനെയുണ്ട് ഒരു പെണ്ണുങ്ങൾ, സ്വന്തം നിലനിൽപ്പിന് വേണ്ടി മൂത്ത മകളെ പിഴിയാൻ നിൽക്കുക, തള്ളിയും കളയും അവളും. എന്തായാലും ഈറ്റകളൊക്കെ അനുഭവിച്ചിട്ടാ പോളൂ. അപ്പോൾ ആ കൊച്ചു ഇവിടെ കിടന്നിട്ട് മനു പറയടാ. എടാ, എനിക്ക് സ്റ്റഡി ലീവാണ്, ഞാൻ പറഞ്ഞതല്ലേ, ഇപ്പോഴൊന്നും പുറത്തു പോകാൻ പറ്റില്ല. ഒരാഴ്ച കഴിഞ്ഞ് എക്സാം തുടങ്ങുകയാണ്. ഇതും കൂടി നന്നായി അറ്റൻഡ് ചെയ്തില്ലെങ്കിലേ പിന്നെ PGക്ക് നല്ല അഡ്മിഷനൊന്നും എനിക്ക് കിട്ടില്ല. ഞാൻ പറഞ്ഞിട്ട് കോയമ്പത്തൂർ കോളേജിൽ പോകണമെന്ന്, നാട്ടിലൊന്നും നിൽക്കുന്നില്ല. ഇവിടെ നിന്നാൽ ഒരു പരിപാടി നടക്കില്ല. അതാണെങ്കിൽ പിന്നെ ഹോസ്റ്റൽ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ടേ നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ ഇരിക്കാമല്ലോ. എടാ, പിന്നെ എൻ്റെ റീചാർജ് ഒന്ന് കഴിയട്ടാ. നിൻ്റെയും കഴിഞ്ഞാ? ഞാൻ ചേച്ചിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഇന്നും കൂടി ചെയ്തിട്ട് ഇല്ലെങ്കിലേ നീ ചെയ്തു തരണേ. ശരി, ഞാൻ പഠിക്കട്ടെ പോയിട്ട്. ശരി. എടി മോളെ, നിനക്ക് പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്, വന്നെടുത്ത് കുടിക്കേ. അമ്മ ഞാൻ വരാം. അമ്മ, ഗ്യാസ് എത്തിയാ? നീ എത്തിയാ? അവര് 2-2:30 ആയി കൊണ്ടുവരാൻ. പിന്നെയാണ് ചോറും കറിയൊക്കെ ഉണ്ടാക്കി കഴിച്ചത്. ഞാൻ രാവിലെ പോകുമ്പോൾ പറഞ്ഞപ്പോഴേ അവർ ഭയങ്കര തിരക്കാണ്, ബുക്ക് ചെയ്തവർക്കൊന്നും കൊടുത്ത് തീർത്തിട്ടില്ല പറഞ്ഞേ. ചിലപ്പോൾ ഇന്ന് കിട്ടില്ല എന്നാണ് വിചാരിച്ച്. എന്തായാലും ഗ്യാസ് എത്തിയല്ലോ, അമ്മ ഒരു ചായ ഇട്ടതാ. അതിന് ചായ ഉണ്ടാക്കാൻ പാലൊന്നുമില്ല. പാലില്ലെങ്കിലും കുഴപ്പമില്ലമ്മ, കട്ടൻ ചായ മതി. അത്രയും തലവേദനിക്കണം. നിൽക്കുക, ഞാൻ ഉണ്ടാക്കി തരാം. അല്ല, ഗീത എവിടെ? അവളേതോ ഫ്രണ്ട് വിളിച്ചു കൊണ്ടത് ഫോണിൽ സംസാരിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ നീ അടുത്ത മാസം തൊട്ട് എനിക്കൊരു 1500 രൂപ തരണേ. 1500? എന്തിനമ്മ? അതാ വായനശാലയിൽ എന്തോ കുറി തുടങ്ങണമെന്ന് ജലജ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്തെങ്കിലും ഒന്ന് ചേർന്നാൽ 10 രൂപ ആയല്ലോ. അതുകൊണ്ട് വേറെ ആരും ഇപ്പം നമുക്ക് തരാനില്ല. ചേച്ചി എത്തിയോ? ചേച്ചി, എനിക്ക് റീചാർജ് ചെയ്യാൻ പൈസ തരുമോ? റീചാർജ് ചെയ്യാനോ?
അതിനിപ്പോൾ നിനക്ക് എക്സാം തുടങ്ങുകയല്ലേ, അതിനിടയ്ക്ക് എന്തിനാ ഫോണ്? എൻ്റെ ചേച്ചി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പിള്ളേരെ വിളിക്കാനോ അല്ലെങ്കിൽ നെറ്റിൽ സെർച്ച് ചെയ്യാനോ വേണ്ടിയിട്ടാണ് ഫോണ്. അതിനിപ്പോൾ എനിക്കെന്തിനാ? മോളെ എൻ്റെ അടുത്ത് പൈസ ഇല്ല. ശമ്പളം കിട്ടിയതിൽ ആ കൂടി 200 രൂപ ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ. അത് രാവിലെ മസാല ദോശ വേണം മറ്റും ഞാൻ ആ ഭാസ്കർ രണ്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കുടിതാ എൻ്റെ അടുത്ത് 100 രൂപയുണ്ട്. ഇത് വെച്ചിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യാനാ? എല്ലാത്തിനും ഇങ്ങനെ കണക്ക് പറയില്ലേ ചേച്ചി? ഞാൻ നിൻ്റെ അടുത്തല്ല വേറെ ആരുടെ അടുത്ത് പോയി ചോദിക്കാം. അച്ഛനുണ്ടെങ്കിൽ ഒരു കുറവും ഉണ്ടാവില്ലായിരുന്നു. എൻ്റെ അടുത്ത് ഇല്ല എന്നല്ലേ പറഞ്ഞത്. അല്ലെങ്കിലും ഇപ്പം ഈ റീചാർജൊന്നും അത്ര അത്യാവശ്യമുള്ള കാര്യമില്ലല്ലോ. നീ ഒന്ന് മര്യാദയ്ക്ക് പഠിക്ക്. അത്യാവശ്യമല്ലെന്നോ? ആന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞത്? അപ്പം എനിക്ക് പഠിക്കണ്ടേ? എൻ്റെ അടുത്ത് ഒരു 300 രൂപയാണ് ഞാൻ ചോദിച്ചത്, അതും കൂടി ഇല്ല. ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഇല്ലാണ്ട് കള്ളത്തരം പറയാം മോളെ. നീ എന്താണ് ഈ ചേച്ചിനെ മനസ്സിലാക്കാത്തത്? എൻ്റെ ദേവിക 300 രൂപേൻ്റെ കാര്യമല്ലേ ഉള്ളൂ. നീ അതുണ്ടെങ്കിൽ അവൾക്ക് കൊടുക്ക്. പഠിക്കാണ്ടിരിക്കാൻ പറ്റുമോ അവൾക്ക്? അമ്മേൻ്റെ അടുത്ത് പൈസ ഇല്ല. ഇല്ലാത്ത പൈസ ഞാൻ അവിടെ നിന്ന് ഉണ്ടാക്കുന്നത്. ചേച്ചി തൽക്കാലം ആ 100 രൂപ താ. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഇപ്പം റീചാർജ് ചെയ്യാം. ഇപ്പം അടുത്ത മാസം സാലറി കിട്ടുമ്പോൾ നീ 200 തന്നാൽ മതി, ഞാൻ അവൾക്ക് തിരിച്ചു കൊടുക്കാം. എന്നാ അല്ല, ഈ സെമ്മും കൂടി കഴിഞ്ഞാൽ നിന്റെ കോളേജ് കഴിഞ്ഞില്ലേ? ഇനി എന്താ പരിപാടി? ഇനിയിപ്പോൾ കോയമ്പത്തൂർ ഏതെങ്കിലും കോളേജിൽ PG എടുക്കണം. അവിടെ ഞാൻ പറഞ്ഞ സബ്ജക്റ്റ് ഉള്ളൂ. കോയമ്പത്തൂരോ? എടീ, അങ്ങോട്ട് പോകാനും അഡ്മിഷൻ എടുക്കാനും ഇനിയിപ്പോൾ അവിടെ താമസിച്ച് പഠിക്കാനൊക്കെ ഒരുപാട് ചിലവ് വരില്ലേ? ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് എന്താക്കാനാ? അപ്പോൾ ഞാനും നിന്നെപ്പോലെ പഠിപ്പ് നിർത്തി ജോലിക്ക് ഇറങ്ങണോ? എന്തേച്ചി നീ പഠിപ്പ് നിർത്തിയിട്ട് ജോലിക്ക് പോകുന്നെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ പാർട്ട് ടൈം ആയിട്ട് എന്തെങ്കിലും നോക്ക്. അതാവുമ്പോൾ നിന്റെ ഫീസ് നിനക്ക് അടയ്ക്കാമല്ലോ. അതൊന്നും നടക്കുന്ന കാര്യമില്ല ചേച്ചി. ഈ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ പണിക്കിറങ്ങിയാലേ അതിൽ പൈസ കിട്ടി കഴിഞ്ഞാൽ പിന്നെ പഠിത്തമൊക്കെ പോയി കിട്ടും. എന്തായാലും ഒരു 2 വർഷം കുത്തിയിരുന്ന് പഠിച്ചാലേ നല്ല ജോലി കിട്ടില്ലേ? അപ്പോൾ പിന്നെ ഇതിൻ്റെ ആവശ്യമുണ്ടോ? അവള് പറഞ്ഞു കഴിഞ്ഞാൽ ശരി. ഈ പഠിപ്പും വിട്ടിട്ട് പണിക്കിറങ്ങി കഴിഞ്ഞാണ്ടല്ലോ പിന്നെ പഠിത്തത്തിൽ ഒരു ശ്രദ്ധയും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഫീസ് ഒരുമിച്ച് നമ്മൾ അടയ്ക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ലോൺ എടുത്താൽ മതി, എന്നിട്ട് കുറച്ച് മാസം അടച്ചാൽ പോരെ? എൻ്റെ അമ്മ വീട്ടിൽ ചിലവടക്കം എനിക്ക് ഒറ്റയ്ക്ക് താങ്ങാൻ പറ്റുന്നില്ല. അതിനിടയ്ക്ക് നമുക്ക് ലോൺ എടുക്കണം എന്നൊക്കെ പറഞ്ഞാലേ ഇതൊക്കെ ഞാൻ എങ്ങനെയാണ് അടയ്ക്കുന്നത്? എടി മോളെ, നീ അല്ലാണ്ട് ഞങ്ങൾക്ക് വേറെ ആരുമില്ല. നിൻ്റെ അടുത്തല്ലാണ്ട് ചിലവും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ ആരുടെ അടുത്താ പറയാ? അച്ഛൻ ഉണ്ടാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടും അറിയിച്ചിട്ടില്ല. അത്ര നന്നായിട്ടാണ് കഴിഞ്ഞത്. നീ ഇങ്ങനെ എല്ലാത്തിനും കണക്ക് വെക്കണവളെന്ന് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എടി ഗീതു, നീ അവള് പറഞ്ഞ പോലെ പഠിക്കുന്നതിൻ്റെ കൂടെ പണിക്ക് വെക്കോ. പഠിപ്പ് പോയാലും കുഴപ്പമില്ലെന്നായിരിക്കും അവളുടെ മനസ്സിൽ. എന്തോ ഞാൻ എന്താ പറയുക? എൻ്റെ അടുത്ത് കുറച്ചെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ നീ എന്നെ പഠിപ്പിക്ക്. അല്ലെങ്കിൽ പിന്നെ നിന്നെ പോലെ ഞാനും പണിക്കിറങ്ങാം. അപ്പോൾ നിനക്ക് സമാധാനമാകുമല്ലോ. മോളെ അവിടെ നിൽക്ക്. എന്താ കൃഷ്ണേട്ടാ? ഒന്നുമില്ല മോളെ, ഞാൻ രാവിലെ മോളെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അമ്മനെ കാണാൻ വേണ്ടി. വേറെ ഒന്നുമല്ല, മോളെ കല്യാണക്കാരെ സംസാരിക്കാൻ വേണ്ടി പോയതാ. പക്ഷെ അവർക്കാർക്കും മോളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ തീരെ താല്പര്യമില്ല കേട്ടോ. അല്ല, അത് പറയാൻ വേണ്ടി മാത്രം കൃഷ്ണേട്ടൻ ഇവിടെ നിന്നല്ല. നീ എൻ്റെ കമ്പനിക്കാരൻ്റെ മോളാണല്ലോ. കുടുംബത്തിന് വേണ്ടി കുറേ കാലമായിട്ട് കഷ്ടപ്പെടുന്നത് കൃഷ്ണേട്ടൻ കാണുന്നുകൊണ്ടിരിക്കുകയാണല്ലോ. മോളെ, നീ അങ്ങോട്ട് കാണിക്കുന്ന സ്നേഹമൊന്നും അവർക്ക് നിന്നോടില്ല. അത് നീ ഇനിയെങ്കിലും മനസ്സിലാക്ക്. കുറേ കാലമായില്ലേ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത്. സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ സേവിങ്സ് ഉണ്ടാക്ക്. അല്ലെങ്കിൽ ഉണ്ടല്ലോ നീ പെട്ടുപോകും മോളെ. ഇത് പറയാൻ വേണ്ടിയാ ഇഷ്ടം എത്ര നേരം ഇവിടെ നിന്നത്.